ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 2025 മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിളികളെക്കുറിച്ച് ആരാധകർക്ക് അത്ര മതിപ്പില്ല എന്നതാണ് വാസ്തവം. കാരണം കഴിഞ്ഞ സീസണിൽ ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, യുസ്വേന്ദ്ര ചഹൽ, ആർ അശ്വിൻ, ആവേശ് ഖാൻ, ട്രെന്റ് ബോൾട്ട്, നന്ദ്രെ ബർഗർ, റിയാൻ പരാഗ്, ഷിംറോൺ ഹെറ്റ്മെയർ എന്നിങ്ങനെ നീളുന്ന വമ്പൻ താരനിരയായിരുന്നു രാജസ്ഥാൻ റോയൽസിനുണ്ടായിരുന്നത്. 2025 മെഗാ താരലേലത്തിന് മുൻപ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, സന്ദീപ് ശർമ്മ, ഷിംറോൺ ഹെറ്റ്മെയർ, ധ്രുവ് ജൂറൽ എന്നിവരെ രാജസ്ഥാൻ നിലനിർത്തി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അരങ്ങേറിയ 2025 മെഗാ താരലേലത്തിൽ പിന്നീട് രാജസ്ഥാൻ റോയൽസിന് ചെലവഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നത് 41 കോടി രൂപ മാത്രമായിരുന്നു എന്നതും വാസ്തവമാണ്. ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് ഒരു താരത്തിന് മാത്രമാണ് 10 കോടിയിലധികം തുക ചെലവഴിച്ചത് എന്നതാണ് ശ്രദ്ധേയം. ഇംഗ്ലീഷ് പേസ് ബൗളർ ജോഫ്ര ആർച്ചറിന് വേണ്ടിയായിരുന്നു രാജസ്ഥാൻ ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത്. 12.5 കോടി രൂപ മുടക്കിയാണ് ജോഫ്ര ആർച്ചറിനെ രാജസ്ഥാൻ റോയൽസ് തിരികെ ജയ്പൂരിൽ എത്തിച്ചത്. മുൻ താരമായ ജോഫ്ര ആർച്ചറിന്റെ പേസ് ബൗളിംഗ് ആക്രമണമാണ് 2025 IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ കുന്തമുന. ശ്രീലങ്കൻ സ്പിന്നർ വനിന്ദു ഹസരംഗയാണ് ബൗളിംഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ മറ്റൊരു നേട്ടം. 5.25 കോടി രൂപയാണ് സ്പിൻ ഓൾറൗണ്ടർ വനിന്ദു ഹസരംഗയ്ക്ക് വേണ്ടി രാജസ്ഥാൻ റോയൽസ് മുടക്കിയത്. മഹേഷ് തീക്ഷ്ണയെ 4.4 കോടി രൂപയ്ക്കും ടീമിലെത്തിച്ച രാജസ്ഥാൻ റോയൽസ് ബൗളിംഗ് ശക്തി വർദ്ധിപ്പിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഇവർക്കൊപ്പം നിലനിർത്തിയ സന്ദീപ് ശർമ്മ എന്ന ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റും രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് യൂണിറ്റിലെ നിർണായക സാന്നിധ്യങ്ങളാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് ആക്രമണത്തിനായി സഞ്ജു സാംസൺ ആശ്രയിക്കുക 2 കളിക്കാരെ ആയിരിക്കും: ജോഫ്ര ആർച്ചറിനെയും വനിന്ദു ഹസരംഗയെയും. ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ 2025 IPL സീസണിലെ വജ്രായുധങ്ങളായിരിക്കും ഇവർ എന്നാണ് കണക്കുകൂട്ടൽ. മുൻപ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിലുണ്ടായിരുന്ന ജോഫ്ര ആർച്ചർ 2022 മെഗാ ലേലത്തിൽ മുംബൈയിൽ എത്തിയിരുന്നു. പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ സീസണിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു താരം. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി 29 മത്സരങ്ങളിൽ 35 വിക്കറ്റ് സ്വന്തമാക്കി. 33 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം. മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ റോയൽസ് ടീമുകൾക്ക് വേണ്ടി IPLൽ 35 മത്സരങ്ങളിൽ നിന്ന് 46 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2019 15 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകളുടെ ഭാഗമായിരുന്ന താരമാണ് ശ്രീലങ്കയുടെ വനിന്ദു ഹസരംഗ. രാജ്യാന്തര 2020ൽ 76 മത്സരങ്ങളിൽ നിന്ന് 125 വിക്കറ്റും 706 റൺസും ഹസരംഗ സ്വന്തമാക്കിയിട്ടുണ്ട്. IPLൽ 26 മത്സരങ്ങളിൽ നിന്ന് 35 വിക്കറ്റ് ഹസരംഗ നേടി. 2022 സീസണിൽ 18 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം. എന്തായാലും ഈ താരങ്ങളെ തുറുപ്പുചീട്ടാക്കാനാകും സഞ്ജുവും ദ്രാവിഡും ശ്രമിക്കുക.